നല്ല വല്ല ചെറുക്കന്മാരും വരുന്നുണ്ടോ നോക്ക്. ഡി ദേ അടുത്ത് വരുന്നുണ്ട്. അപ്പ് ഇവനെയൊക്കെ ആരെങ്കിലും നോക്കൂ. Good morning, students. Sit down. ഇന്ന് +1 ഓപ്പൺ ഡേ. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. ഈ വർഷം നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എല്ലാവരും എളുപ്പം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്രാവശ്യം കുറച്ച് ടഫാണ്. നമ്മുടെ ഫസ്റ്റ് ലെസൺ ഷെർലോക്ക് ഹോമിന്റെ കുറ്റാന്വേഷണമാണ്. ഞാൻ നിങ്ങളുടെ മാത്സ് ടീച്ചറാണ്. 2 ബാച്ചായിട്ടാണ് മാത്സ് പഠിപ്പിക്കുന്നത്. എല്ലാവരും ലൈബ്രറിയിൽ ലൈനായിട്ട് ചെല്ലേണ്ടതാണേ. Good morning, teacher. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, സിറ്റ് ഡൗൺ. നിങ്ങൾക്ക് ഈ സ്കൂളൊക്കെ ഇഷ്ടമായോ? നിങ്ങളൊക്കെ പല സ്കൂളിൽ നിന്നും ഈ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണില്ലേ? എല്ലാവരും ഉഴപ്പാതെ നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ പഠിപ്പിക്കുന്നത് മാത്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്. ഇറ്റ്സ് വെരി ഈസി ചാപ്റ്റർ. ആദ്യം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഫോർമുല പഠിപ്പിച്ചു തരാം. Open Gangnam Style. Open Gangnam Style. അളിയ സോറി, കുത്തിയ പൂരി പോയി. മണ്ട സൂക്ഷിച്ചു കുത്തണ്ടേ. സെറ്റിലെ എലിമെന്റ്സിനെ നമ്മൾ ഇരുന്നത് ഒരു ബേസിസിലായിട്ടാണ്. ഇവൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടത്. പേരെന്താ? രേണുക. അല്ല, എന്താ ചോദിച്ചേ? രേണു, ഐ ലവ് യു. മിണ്ടാതെ പോലെ തന്നെ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യും. രേണു, എൻ്റെ ലവ് റിയലാണ്. ഡിയർ, ഐ ലവ് യു. അവൻ്റെ ഒരു റിയൽ ലവ് ഒന്ന് പോടോ. രേണു, I love you. I hate you. ഇനി എന്നെ സഹായിക്കാൻ ഈ ലോകത്ത് 2 പേരേ ഉള്ളൂ. എൻ്റെ കൂടെ മുമ്പ് പഠിച്ച റാസിയും പ്രേമും. അളിയ പ്രേമേ.
Girl, look at that body. Girl, look at that body. അളിയാ റാസി. ഐ ലവ് യു. എൻ്റെ 28ാമത്തെ പെണ്ണു എന്നെ തേച്ച്. അപ്പൊ അതാണ് കാര്യം. അതൊക്കെ പോട്ടെ, അവള് ചരക്ക് തന്നെടാ. അച്ഛാ ബേട്ടിടാ, അച്ഛാ ബേട്ടി. എന്തോന്ന്? സൂപ്പർ ചരക്കന്ന്. അളിയ അവളാ ചിരി മനസ്സിന്ന് പോണില്ലടാ. അളിയാ, നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വളയാത്ത അവളെ നമ്മൾ വളച്ചു തരും. നമ്മളിതൊരു ചലഞ്ചായി ഏറ്റെടുക്കും. അളിയ, അവള് നിനക്കുള്ളതാടാ. പക്ഷേ അവളെ നിനക്ക് വേണമെങ്കിൽ നീ മാറണം. നിന്റെ ആറ്റിമൂഡ് മാറണം. നിന്റെ ആറ്റിറ്റ്യൂഡ് മാറണം. ആ മൂഡ് മാറണം. ആദ്യം നിന്റെ തടി കുറയ്ക്കണം. ശരിയാ, നിന്റെ തടി കുറയ്ക്കണം. കുറയ്ക്കണോ? കുറച്ചേ പറ്റൂ. അളിയാ, നിനക്കവളെ വേണ്ടേ? ഈ തടി കുറയുമെന്ന് തോന്നണില്ല. നിന്റെ കൂറ കണ്ണാടി അതിന് വേണ്ട. ഇനി നിന്റെ ഹെയർ സ്റ്റൈൽ മാറ്റണം. ഇനി നിന്റെ ചോയ്സ് ഒന്ന് ട്രെൻഡായി ഇറങ്ങിക്കേ. പ്ലീസ്, ആ സൈക്കിളിൽ തുടരുത്. നീ എൻ്റെ വണ്ടി കൊണ്ടുപോയിക്കോ. എൻ്റെ അളിയന് വേണ്ടിയല്ലേ. ഡീ ഒരുത്തൻ വണ്ടി വരുന്നുണ്ട്. എടിയേ സൂപ്പർ. ഡീ, ഇത് അന്ന് കണ്ട പയ്യനല്ലേ? ശരിയാടി. വാവ്. രേണു, രേണു, ഐ ലവ് യു. യെസ്. നൻപേണ്ട. അളിയ, നിങ്ങൾ കിടിലങ്ങൾ തന്നെയാ. അളിയാ, നിനക്ക് വേണ്ടിയല്ലേ. നമ്മൾ അളിയന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? അവളെ സ്നേഹം സത്യമാണോന്നറിയണം. അതെന്തിനി? ചിലപ്പം അവള് തേക്കണതാണ് അറിഞ്ഞൂടല്ലോ. ഓ, അത് ശരിയാ. ഞാനൊരു ഡയലോഗ് പറഞ്ഞു തരാം, നീ അതങ്ങ് ചെന്ന് പറ. പറഞ്ഞാൽ മാത്രം പോരാ, കുറച്ച് ആക്ടിങ് ചെയ്യണം. ശരി. ഹായ് ശ്യാം, എന്താടാ ഡല്ലായിരിക്കണേ? നമ്മൾ തമ്മിലുള്ള കാര്യം എങ്ങനെ വീട്ടിലറിഞ്ഞു? ഡാ, എന്താടാ ഇത്? നിന്നെ ഞാനൊരു ഫ്രണ്ടായിട്ടല്ലേ കണ്ടത്. ഫ്രണ്ടാ?
സത്യത്തിൻ മറയിൽ കണ്ടില്ലേ നെഞ്ചിരി എൻ മനസ്സിൽ പതിഞ്ഞു ഞാനതിൽ അലിഞ്ഞു തീവ്രമാം നിൻ പ്രണയം ഞാനൊരു സത്യത്തിൻ മറയിൽ കണ്ടില്ലേ നെഞ്ചിരി എൻ മനസ്സിൽ പതിഞ്ഞു ഞാനതിൽ അലിഞ്ഞു ഇല്ല, ഈ ലോകത്ത് ഒറ്റ പെണ്ണിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇനി ഒറ്റ പെണ്ണിനെ മൊത്തം ഞാൻ നോക്കില്ല. ഇത് ഞാനാണ് സത്യം. ഇനി എന്തിനാണ് എനിക്ക് ഈ വേഷം? കണ്ടുകൊടുത്താലും മതി, വിദ്യാപാലനെന്നാ വിചാരം. ആ ചിരി കണ്ട പെറ്റ തള്ള സഹിക്കൂല. പിള്ളയാണല്ലോ ഞാൻ പ്രേമിച്ചത്. പുല്ല്. ഇവൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടവൾ. ഇനി ഒറ്റ പെണ്ണിനെ മൊത്തം ഞാൻ നോക്കില്ല. ഇത് ഞാനാണ് സത്യം. ഫാത്തിമ അല്ലേ? അല്ല, എന്താ? ഒന്നുമില്ല. ഒരു നോട്ടം കിട്ടണമല്ലോ. കിട്ടി കിട്ടി. ഇവിടെ ഞാൻ തന്നെ കൊണ്ടുപോകും. യെസ്. തീവ്രമാം നിൻ പ്രണയം ഞാനൊരു സത്യത്തിൻ എൻ മനസ്സിൽ പതിഞ്ഞു ഞാനതിൽ അലിഞ്ഞു. പറഞ്ഞോ. അപ്പൊ അതാണല്ലോ കാര്യം. തീവ്രമാം നിൻ പ്രണയം റണ്ണിങ് ആണല്ലേ? ഓൺലൈൻ ടീം ശരിക്കും